ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാളിംഗ് ഇൻ ടു സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 19 ആണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് അവർ ആ ഗെയിമെല്ലാം കളിച്ച് വിജയിച്ചത് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ ജയിച്ചു വരുന്ന എല്ലാവർക്കും ടോങ് കൈയടി കൊടുക്കുന്നതും പിന്നെ നേരെ വരുന്നത് ചെങ്ങായിരുന്നു. അവനെ കണ്ടതും അടിക്കണോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ടോങ്ങിൻ്റെ നേരെ ചെങ് ഒരടിയെല്ലാം കൊടുത്ത് ചെറിയ സ്മൈലെല്ലാം കാണിച്ച് പോകുന്നത് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുമ്പോഴായിരുന്നു ടോങ്ങിനെതിരെയുള്ള ന്യൂസ് കാരണം എല്ലാ റിപ്പോർട്ടേഴ്സും ടോങ്ങിൻ്റെ എതിരെ കൂടിയത്. അങ്ങനെ ഓരോരുത്തരായി ചോദിക്കുന്നുണ്ട് എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ടോങ് അങ്ങനെ ചെയ്തത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ടോങ് പറയുന്നുണ്ട്, എനിക്കൊന്നും തന്നെ പറയാനില്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം അവർ വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ട് ചെങ് പറയുന്നുണ്ട്, അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൾ പറഞ്ഞിട്ടില്ലേ, ഇനി എന്താ പ്രശ്നം, ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോകട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവർ ബസ്സിലെത്തി നേരെ ടോങ് അനിയൻ്റെ ന്യൂസുകാരോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അനിയൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ടീം ലീഡറായ ചെങ് കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനെ ഇതെല്ലാം കേട്ട് അവർ നേരെ ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതും അവൾ അവിടെ വെച്ച് ലിയെ കാണുന്നതും അവൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കുറേ ഗേൾസിൻ്റെ കൂടെ ചുറ്റുമിരിക്കുകയായിരുന്നു ലീ അവളെ കണ്ട് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. അപ്പോൾ ചെങ് പറയുന്നുണ്ട്, ഓ നീ വീണ്ടും കളക്ഷനൊക്കെ എടുക്കാൻ തുടങ്ങിയല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം ലീ വന്ന് നിന്നെ ഡ്രാഗൺ ഡ്രീമിലുള്ള ഡ്രാഗനും ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞ് ഡ്രാഗനെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ അതെല്ലാം കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ടോങ് ആണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട ഫാറ്റി ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പ്രശ്നം, എന്താ നീ കഴിക്കാത്തത്? അപ്പോൾ തന്നെ ടോങ്, മനസ്സിലായി, ഡ്രാഗൻ ഇല്ലേ, അന്ന് ഞാൻ അടിച്ച പെണ്ണില്ലേ, അവളുടെ അഫെയറായി വന്നതും അവൻ തന്നെയായിരുന്നു. ഇന്ന് അവനാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുടെ കൂടെ ആയിരിക്കുന്നത്, അവൻ അവളെ ചതിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് കേൾക്കുന്നതും നേരെ ചെങ് ഭക്ഷണം വിട്ടുകൊടുത്ത്, നീ ഭക്ഷണം കഴിക്കാത്ത ബുദ്ധിയില്ലാതെ ആയിപ്പോയത്, ഭക്ഷണം കഴിക്കുക എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നതും ചെങ് നേരെ അവിടെ എവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവരാരും അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തി ഫാറ്റി നേരെ ബിങ് എന്ന ടോങ്ങിനെ പൂച്ചയെടുക്കാൻ പോകുമ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. ചെങ്ങിൻ്റെ ഒരു ഫിഷിനെ കാണാതായത് അത് ഓർത്തതും ഫാറ്റി ഉടനെ തന്നെ ടോങ്ങിനെ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ടോങ് ആണെങ്കിൽ പേടിച്ചു വേഗം തന്നെ അവിടേക്ക് വരുന്നുണ്ട്. അവിടെ വന്നപ്പോഴാണെങ്കിലോ അവർക്ക് ടോങ്ങിൻ്റെ പൂച്ചയുടെ രോമം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ ഉറപ്പിച്ചു ആ ഫിഷിനെ പൂച്ച കഴിച്ചത്. അങ്ങനെ അതെല്ലാം മറയ്ക്കാനായി ടോങ്ങിൻ്റെ കയ്യിലുള്ള ഒരു കീ ചെയിനിലെ ഫിഷ് എടുത്ത് ഇത് അവൻ്റെ ഫിഷാണെന്ന് കരുതി അവൻ വിചാരിച്ചോട്ടെ എന്നെല്ലാം പറഞ്ഞ് അതെടുത്തിടുന്നുണ്ട്. അത് കണ്ടതും ഫാറ്റി പറയുന്നുണ്ട്, അത് ചെങ്ങിന് എന്തായാലും മനസ്സിലാകും. അത് കാണുന്നതും അതേ സമയമായിരുന്നു ചെങ്ങ് അവിടേക്ക് വരുന്നത്. അത് കേട്ട ഉടൻ തന്നെ ടോങ് നേരെ ആ ഫിഷിൽ നിന്ന് ഫിഷ് ടാങ്കിലെ ഫിഷിനെ നേരെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. നിന്റെ മീൻ ചത്തുപോയി, ഞാൻ നിനക്ക് വേറെ വാങ്ങിത്തരാം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുകയാണ് ഇവിടെ ചെങ്. ഇങ്ങനെ ചെങ് അവളുടെ പൂച്ചയെ എന്തോ കാട്ടുമെന്ന് പേടിച്ച് ചെങ് അടുത്തേക്ക് വരുമ്പോൾ ടോങ് നോക്കുന്നത്, ചെങ് നേരെ നിന്റെ കാലിൽ മുറിവുണ്ട്, നീ ബാൻഡേജ് ഒട്ടിച്ചേക്ക് എന്നെല്ലാം പറഞ്ഞ് ഒരു ബാൻഡേജ് എല്ലാം കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ടോങ് ആണെങ്കിൽ പൂച്ചയെ ചെങ് കൊല്ലുന്നതായി സ്വപ്നമെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പേടിച്ച് ബിങ് നീ എവിടെ ബിങ് എന്നെല്ലാം പറഞ്ഞ് ടോങ് നേരെ സ്റ്റെപ്പെല്ലാം ഇറങ്ങി വരുന്നത് അവനെ അവിടെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അങ്ങനെ നേരെ പോയി നോക്കുന്നതും ബിങ് നേരെ ചെങ്ങിൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് അവൾ കാണുന്നത്. അങ്ങനെ ചെങ്ങിന് നേരെ ടോങ് പൊതിച്ചെല്ലാം കൊടുക്കുന്നുണ്ട്. അതേസമയം പൂച്ചയാണെന്ന് കരുതി ചെങ്ങിൻ്റെ തല പിടിച്ച് ഒഴിഞ്ഞെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണുക ടോങ് ആണെങ്കിൽ വിടിപ്പിക്കാൻ നോക്കുന്നതും അവൻ ഒട്ടും തന്നെ വിടുന്നുണ്ടായിരുന്നില്ല. അതേസമയം ഉറങ്ങി എണീച്ച് വരുന്ന ഫാറ്റി ആണെങ്കിൽ കാണുന്നത് ഇതെല്ലാം. ഇത് കാണുന്നതും അവൻ ഉടനെ തന്നെ പേടിച്ച് അവിടെ നിന്ന് ഓടി റൂമിലേക്ക് പോയി ചെങ്ങിന് മെസ്സേജ് എല്ലാം അയക്കുന്നുണ്ട്. നീ എന്താണ് കാണിക്കുന്നത് നിനക്ക് അറിയാമോ എന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ അല്പം കഴിഞ്ഞ്
ടോങ് എങ്ങനെയെങ്കിലും ചെങ്ങിൻ്റെ കയ്യിൽ നിന്ന് അവൾ വിടിയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് പേടിച്ചാണെങ്കിൽ ചെങ്ങ് എഴുന്നേക്കുന്നുമുണ്ട്. ടോങ് പറയുന്നുണ്ട്, നീ എന്താ കാണിച്ചത്? പൂച്ചയാണെന്ന് കരുതി ഇതുവരെ നീ എൻ്റെ തലോടുമായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കണ്ട് അവനാണെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം ഫാറ്റി ആണെങ്കിൽ അവൻ അതേ മെസ്സേജ് അയക്കുന്നതും അവന് മനസ്സിലാകുന്നുണ്ട് അവൻ ചെയ്തതാണെന്ന്. അവൻ ഫാറ്റിയെ വിളിച്ച് അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞ് അത് തിരുത്തുന്നെല്ലാം ഉണ്ട്. അങ്ങനെ ചെങ്ങിൻ്റെ അടുത്ത് പോയി, നിന്റെ ഫിഷിനെ എൻ്റെ പൂച്ചയല്ലേ കഴിച്ചത്, അത് ഞാൻ വാങ്ങിത്തരാം എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും മാറ്റി ഫിഷ് വാങ്ങാനായി റെഡിയായി പോകുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ഒരുക്കമെല്ലാം കണ്ടാൽ ഡേറ്റിങ്ങിന് പോകുന്ന പോലെ ആയിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഇവരെ കണ്ട് മീൻ വാങ്ങാൻ തന്നെയല്ലേ പോകുന്നത്, വല്ല ഡയറ്റിങ്ങിനൊന്നുമല്ലല്ലോ പോകുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം ടോങ് ഏത് ചെരുപ്പാണ് ഇട്ടതെന്നെല്ലാം നോക്കി ചെങ്ങ് നേരെ അതേപോലത്തെ ഷൂ എല്ലാം എടുത്തിടുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അവരോട് കേ വന്ന് പറയുന്നുണ്ട്, എല്ലാം കൈവിട്ടു പോയി, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാകാത്ത പോലെ മാനേജറും ഫാറ്റി കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം പുറത്തു പോയതേ സമയമായിരുന്നു ടോങ്ങിനെ ഒരു ഫ്ലവർ കൊണ്ടുവരുന്ന ആൾ തട്ടുന്നത്. അത് കാണുന്ന ചെങ്ങാണെങ്കിൽ നേരെ അവളെ പോയി പിടിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ഇടയിൽ ഒരു റൊമാൻറ്റിക് സീനെല്ലാം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവർ മീനിനെല്ലാം കാണുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒരു ഓറഞ്ച് മീനായിരുന്നു ഇഷ്ടമായത്. പക്ഷെ ചെങ് പറയുന്നുണ്ട്, എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ബ്ലാക്ക് ഇങ്ങനെ വാങ്ങിയിട്ടാണ് എൻ്റെ പൂച്ചയ്ക്ക് അതിനോട് ഇങ്ങനെ കൊതി തോന്നുന്നത് എന്നെല്ലാം പറഞ്ഞ് റെഡ് വാങ്ങാനായി നിർബന്ധിക്കുന്നതും കടയിലുള്ള കടക്കാരൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വൈഫ് പറയുന്നത് കേട്ടില്ലേ, അതുപോലെ തന്നെ അത് കേൾക്കുന്നതും നെട്ടിക്കൊണ്ട് ടോങ് പറയുന്നുണ്ട്, ഞാൻ വൈഫൊന്നുമല്ല. പിന്നെ അയാൾ പറയുന്നുണ്ട്, ഓ ഗേൾ ഫ്രണ്ട് ആണല്ലേ. അത് കേട്ടിട്ട് ഇനി ഒന്നും പറയണ്ട എന്ന് കരുതി അവളും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം അവൾ നേരെ അതിന് ക്യാഷ് എല്ലാം കൊടുത്ത് തിരിയുമ്പോഴായിരുന്നു ചെങ് അവിടെ ഇല്ലാത്ത കാര്യം ആലോചിക്കുന്നത്. അങ്ങനെ ചെങ്ങിനെ തിരിയുമ്പോഴാണ് ചെങ് നേരെ അവളുടെ കയ്യിൽ വന്ന് പിടിക്കുന്നത്. ഇതെല്ലാം കാണുന്ന അവളാണെങ്കിൽ ഒരുപാട് ഷോക്കാകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു പൂച്ചയെ വാങ്ങാനായി അവിടേക്ക് പോകുന്നുണ്ട്. ആ പൂച്ചയെ കാണുന്ന അവൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. പക്ഷെ ചെങ്ങാണെങ്കിൽ അതെല്ലാം തടയുന്ന സമയം നോക്കി വേറെ ഒരു പെൺകുട്ടി വന്ന് ആ പൂച്ചയെ വാങ്ങുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഡ്രാഗൻ ആയിരുന്നു. പക്ഷെ ഇവർക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവൻ മാസ്ക് വെച്ചത് കാരണം ഒന്നും തന്നെ മിണ്ടില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ നേരെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ഇനി വേറെ ഒരു പ്ലാനും ഇല്ലാത്തത് കാരണം ടോങ്ങിനെ ചെങ്ങ് നിർബന്ധിക്കുന്നുണ്ട്, നമുക്കൊരു ഫിലിമിന് പോയാലോ എന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ അവർ ഫിലിമിനെല്ലാം പോകുന്നുണ്ട്. അതേസമയം ഡ്രാഗനും അവളുടെ കൂടെ ഇരുന്ന ആ പെൺകുട്ടിയും അവിടെ വന്നിരുന്നു. ഇതെല്ലാം കാണുന്ന അവളാണെങ്കിൽ പൂച്ചയ്ക്ക് തണുപ്പ് കാരണം അസുഖം പറ്റില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ നേരെ ചെങ്ങ് അവളുടെ തല തിരിച്ച്, നീ ഫിലിം കാണാൻ വന്നതല്ലേ, അല്ലാതെ പൂച്ചയെ നോക്കാൻ വന്നതല്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് അവിടെ നോക്കിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഫിലിമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അവരുടെ ഫാൻസിനെ കാണുന്നത് ടോങ് അവിടെ നിന്ന് വേഗം മുങ്ങാനായി നോക്കുന്നുണ്ടെങ്കിലും ചെങ് പിടിച്ചു വെച്ച് പറയുന്നുണ്ട്, അതൊന്നും യാതൊരു കുഴപ്പവുമില്ല എന്നെല്ലാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് വരുന്നതും ഫാറ്റി വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ മീൻ വാങ്ങാൻ പോയതല്ലേ ഇത്രയും നേരം എന്നെല്ലാം പറയുന്നു. അല്ല, നീ കാണാനിരുന്ന സ്പൈഡർമാൻ്റെ ഫിലിം കാണാനായി പോയതായിരുന്നു, എന്താ അതിൻ്റെ കഥ പറയട്ടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ വേണ്ട, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നെല്ലാം ഫാറ്റി പറയും. അതേസമയം ടോങ് ആണെങ്കിൽ ഡ്രാഗൺ ടീമിലുള്ള ഡ്രാഗൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. അതിനിടയിൽ ആ പൂച്ചയെയും അവൾ കാണുന്നുണ്ട്. അവൻ്റെ ഫാൻസ് ഓരോരുത്തരായി ലൈവിൽ പറയുന്നുണ്ട്, നിന്നെ ഇന്ന് തിയേറ്ററിൽ വെച്ച് കണ്ടിരുന്നല്ലോ ഏതോ പെണ്ണിൻ്റെ കൂടെ എന്നെല്ലാം പറയുമ്പോൾ അവൻ നേരെ അവൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുത്ത് ഇവരോട് ചോദിച്ചു നോക്കൂ, ഞാൻ ഇന്ന് എവിടെയും പോയിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ടോങ്ങിനെ നോക്കിക്കൊണ്ട് ചെങ് പേടിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിനക്കെന്താ ഇനി ഇവനെയും കളക്ഷൻ എടുക്കണോ എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം അതെല്ലാം കഴിഞ്ഞ് ലൈവിൽ പോകുന്ന ടോങ്ങിനോടും എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീയും ഇതേ സമയം തിയേറ്ററിൽ ഇല്ലായിരുന്നു, അവൻ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന അവൾ പറയുന്നുണ്ട്, അവൻ്റെ പോലെ ഒരാളെ കണ്ടിരുന്നു എന്നല്ല. അങ്ങനെ ചെങ് പേടിപ്പിച്ചത് കാരണം പിന്നെ അവനൊന്നും തന്നെ വിട്ടുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ പിറ്റേന്ന് ZGDXൻ്റെയും ഡ്രാഗൻ്റെയും ഗെയിം സ്റ്റാർട്ടാകുന്നുണ്ട്. അതേസമയം ഡ്രാഗൺ ആണെങ്കിൽ നേരെ ടോങ്ങിനെ തന്നെ കൊന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.